ഇടുക്കി മൂന്നാർ പള്ളിവാസലിൽ വിനോദസഞ്ചാരികളെ കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച 3 പേർ റിമാൻഡിൽ. തമിഴ്നാട് തിരുച്ചിറപ്പള്ളി സ്വദേശികളായ 9 പേരടങ്ങുന്ന സംഘത്തിന് നേരെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ആക്രമണമുണ്ടായത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനവും അക്രമി സംഘം അടിച്ചു തകർത്തു. ഇപ്പോഴും ഈ പ്രകോപനം എന്താണെന്ന കാര്യം അവ്യക്തമായി തുടരുകയാണ്. തമിഴ്നാട് തിരുച്ചിറപ്പള്ളി സ്വദേശികളും ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥികളുമായ 9 പേരടങ്ങുന്ന സംഘം മൂന്നാർ ആറ്റുകാട് വെള്ളച്ചാട്ടം കണ്ടു മടങ്ങുമ്പോഴാണ് ആക്രമണമുണ്ടായത്. പള്ളിവാസലിലേക്ക് പോകുന്ന വഴിയിൽ ഇരുചക്ര വാഹനത്തിലെത്തിയ 3 പേർക്ക് വശം നൽകിയില്ല എന്ന് പറഞ്ഞായിരുന്നു പ്രശ്നം തുടങ്ങിയത്. പിന്നീട് വാഹനങ്ങൾ കൂട്ടിമുട്ടിയെന്ന് പറഞ്ഞ് കയ്യാങ്കളിയായി മാറി. കല്ലുകൊണ്ട് തലക്കടിച്ചതിനെ തുടർന്ന് 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പിന്നീട് സഞ്ചാരികളുടെ കാർ തല്ലി തകർത്തു. പള്ളിവാസൽ എസ്റ്റേറ്റ് പവർ ഹൗസ് ഡിവിഷൻ സ്വദേശികളായ സുരേന്ദ്രൻ, കൗശിക്, അരുൺ സൂര്യ എന്നിവരാണ് സഞ്ചാരികളെ ക്രൂരമായി ആക്രമിച്ചത്. ഇത് ഈ ടൂറിസം മേഖലയിൽ വന്ന് ഗസ്റ്റുകൾക്ക്, ടൂറിസ്റ്റുകൾക്ക് എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിക്ക് അവർക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടെങ്കിൽ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുന്നതിൻ്റെ തെളിവാണ്. ഇതിന് വധശ്രമത്തിന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ കല്ലുകൊണ്ട് തലക്കടിച്ച് ആണ് ചെയ്തത്. മർദ്ദനത്തിന് പിന്നാലെ സഞ്ചാരികളെ സമീപത്തെ ലയത്തിന് മുൻപിലെ വരാന്തയിൽ മുട്ടുകുത്തിച്ചു നിർത്തിയും ഉപദ്രവിച്ചു. പിന്നീട് നാട്ടുകാരെത്തിയാണ് സഞ്ചാരികളെ മോചിപ്പിച്ചതും പ്രതികളെ പോലീസിൽ ഏൽപ്പിച്ചതും. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത്. ദേവികുളം കോടതിയിൽ ഹാജരാക്കിയ 3 പേരെയും റിമാൻഡ് ചെയ്തു. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.